9 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറയിലെ അപകടത്തിൽ നടുങ്ങി കേരളം. മലപ്പുറം വളാഞ്ചേരി പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരിയും ഒരു കുട്ടിയുമാണ് മരിച്ചത്. 9 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ആംബുലൻസുകളിൽ മലപ്പുറത്തേക്ക് പുറപ്പെടും. രാവിലെ 9 മണി മുതൽ അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുദർശനം നടക്കും. അതിനുശേഷം വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയതിനു ശേഷമാകും ഖബറടക്കം നടക്കുക. ഷാരിഖ് നവാസ് പൊള്ളാച്ചിയിൽ നിന്ന്, നിഖിൽ പ്രമേഷ്, വർഷ, ഗോകുൽ തുടങ്ങിയവരും തത്സമയം വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ഷാരിഖ് നവാസിലേക്കാണ്, പൊള്ളാച്ചിയിലേക്കാണ്. ഷാരിഖ്, എല്ലാ നടപടിക്രമങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴേക്ക് അവിടെ നിന്ന് ഈ ആംബുലൻസുകൾ പുറപ്പെടും? പൂർത്തീകരിച്ചു. പോലീസിൻ്റെ അകമ്പടിയോടുകൂടി, അതായത് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ അകമ്പടിയോടെ 9 ആംബുലൻസുകളും 9 മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള 9 ആംബുലൻസുകളും ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടും. ഇവർ പുറപ്പെടുന്ന റൂട്ട് ഉൾപ്പെടെ പോലീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരുടെ ആംബുലൻസിൽ പോകുന്ന ബന്ധുക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത്തരത്തിൽ ഇവിടെ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് ഗോപാലപുരം, മുണ്ടൂർ, അതുപോലെ തന്നെ മണ്ണാർക്കാട്, കരിങ്കല്ലത്താണി വഴിയാണ് ഈ മൃതദേഹങ്ങൾ മലപ്പുറം പാങ്ങിലേക്ക് എത്തുക. അങ്ങനെ റൂട്ടുകൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ ഇവർക്ക് നിർദ്ദേശം നൽകുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ 9 മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഈ പാലക്കാട് പൊള്ളാച്ചി ഹൈവേയിൽ നിന്ന് പുറപ്പെടും. ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂറിനകം തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പെട്ടെന്ന് തന്നെ, അതായത് പോലീസിൻ്റെ അകമ്പടിയുണ്ട്, അതായത് ആംബുലൻസുകളുടെ മുന്നിലും പിന്നിലുമായി പോലീസിൻ്റെ അകമ്പടിയുണ്ട്. അതിനാൽ പെട്ടെന്ന് തന്നെ ഈ ആംബുലൻസുകളെല്ലാം സ്വന്തം നാട്ടിൽ, അതായത് അവരുടെ മലപ്പുറം പാങ്ങിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ആംബുലൻസുകൾ പുറപ്പെടുന്ന ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആംബുലൻസ് ഇപ്പോൾ തന്നെ പുറപ്പെടും. 9 ആംബുലൻസുകൾ തയ്യാറായി കഴിഞ്ഞു. ഇന്നലെ 4 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തീകരിച്ചു. 5 മണിക്ക് ഇവിടെ പള്ളിയിൽ എത്തിച്ച് ഇസ്ലാം മതാചാരപ്രകാരമുള്ള ചടങ്ങുകളും പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ 9 മണിയോടെ ഇപ്പോൾ 6 മണിയോടെ കൃത്യം, ഇന്നലെ KT ജലീൽ MLA പറഞ്ഞ പോലെ 6 മണിയോടുകൂടി കൃത്യം ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇപ്പോൾ ആംബുലൻസുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് വാഹനമാണ് ആദ്യമുള്ളത്. അതിനുശേഷം ഓരോ ആംബുലൻസുകളായി അതിന് പിന്നാലെ പോവുകയാണ്. 9 ആംബുലൻസുകളും ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു. പാലക്കാട് പൊള്ളാച്ചി ദേശീയപാതയിൽ നിന്നാണ് ഇത് പോകുന്നത്. നേരെ ഇത് ഇനി മലപ്പുറം പാങ്ങിലേക്കാണ്. ഇവിടെ നിന്ന് ഗോപാലപുരം, അതുപോലെ തന്നെ മുണ്ടൂർ, മണ്ണാർക്കാട്, കരിങ്കല്ലത്താണി വഴി ആണ്, പെരിന്തൽമണ്ണ വഴിയാണ് ഇത് അവരുടെ സ്വന്തം നാടായ പാങ്ങിലേക്ക് എത്തുക. ഓരോ ആംബുലൻസായി പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്തരത്തിൽ വലിയൊരു സങ്കടകരമായ ഒരു കാഴ്ചയാണ്. കാരണം ഒരു വാഹനത്തിൽ വലിയ ഉത്സാഹത്തോടെ, വലിയ ആഹ്ലാദത്തോടെ, വലിയ സന്തോഷത്തോടെ വന്ന ഒരു 13 അംഗ സംഘത്തിലെ 9 പേർ ചേതനയറ്റ ശരീരവുമായി അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. വലിയൊരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. ഈ നമുക്ക് കാണിക്കുന്ന ദൃശ്യങ്ങൾ, ഈ അതിരാവിലെ തന്നെ നമുക്ക് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വലിയൊരു സങ്കടകരമായ ഒരു കാഴ്ചയാണ്. കാരണം ഇന്നലെ വരെ അവർ കളിച്ച് ചിരിച്ച് പാട്ടുപാടി ഒരുമിച്ച് യാത്ര ചെയ്ത അധ്യാപകരും അതുപോലെ തന്നെ അവരുടെ കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൽ മരണപ്പെട്ടത്. അത്തരത്തിൽ 7 സ്ത്രീകളും ഒരു പുരുഷനും ഒരു കുട്ടിയും മരണപ്പെട്ടു. അങ്ങനെ 9 പേരാണ് ഇതിൽ മരിച്ചത്. ഇപ്പോൾ 9 ആംബുലൻസുകളും കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. പിന്നാലെ പോലീസ് ജീപ്പുകളും അതുപോലെ തന്നെ മലപ്പുറം സബ് കളക്ടറുടെ വണ്ടിയും അതുപോലെ തന്നെ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വണ്ടി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ ആംബുലൻസിനെ അകമ്പടി ഏകുന്നുണ്ട്. അത്തരത്തിൽ 9 ആംബുലൻസുകളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഈ പാലക്കാട് പൊള്ളാച്ചിയിൽ നിന്നും 9 ആംബുലൻസുകളും മലപ്പുറം പാങ്ങിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇതില്ല സ്കൂളിലെ സഹപ്രവർത്തകരും ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 13 പേരാണ് വിനോദയാത്രയ്ക്കായി ഇന്നലെ രാവിലെ പുലർച്ചെയോടെ പുറപ്പെട്ടത്. ആ യാത്ര പക്ഷേ ഒരു ദുഃഖകരമായ പര്യവസാനത്തിലേക്ക് എത്തുകയായിരുന്നു. 9 പേരുടെ മരണം അത് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് ഈ പാങ് ഗ്രാമത്തിന് ഇനിയും അതിൽ നിന്ന് അവർ മുക്തരായിട്ടില്ല. കേരളമാകെ നടുങ്ങലോടെയാണ് ആ വാർത്ത കേട്ടത്. ഇന്നലെ വൈകിട്ടോടെ വന്ന വാർത്ത ഓരോ മണിക്കൂർ കഴിയുന്തോറും വലിയ ആഘാതത്തോടെയാണ് മലയാളികൾ കേട്ടത്. ഇപ്പോഴിതാ ആ 9 പേരുടെയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ പൊള്ളാച്ചിയിൽ നിന്ന് അത് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ അവിടെ മലപ്പുറത്തേക്ക് പാങ്ങിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു. മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം അതത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു.
ഒരുമിച്ച് സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ട ആളുകൾ ഇപ്പോൾ വ്യത്യസ്ത ആംബുലൻസുകളിലായി ഒരുമിച്ച് തന്നെ നാട്ടിലേക്ക് പോവുകയാണ്. ജീവനറ്റ് തിരിച്ചു പോകുന്നു എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ്, ഏറ്റവും ദുഃഖകരമായ വസ്തുതയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ആ ദുഃഖത്തിൽ നിന്ന് ആ നാട് മുക്തമായിട്ടില്ല. ഷാരിഖ് നവാസ് ആണ് പൊള്ളാച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഷാരിഖ്, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പൊതുദർശനം നടക്കുന്നത് മലപ്പുറം അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. അവിടെ നിന്നാണ് നിഖിൽ ചേരുന്നത്. നിഖിൽ, ഏതാണ്ട് 9 മണിയോട് കൂടി തന്നെ ഈ ആംബുലൻസുകൾ അവിടെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുദർശനത്തിലുള്ള ഒരുക്കങ്ങൾ അത് പൂർത്തിയായിട്ടുണ്ടോ? അവിടെ നിന്ന് ഈ ഒരുമിച്ച് യാത്ര പുറപ്പെട്ട, സന്തോഷത്തോടെ പുറപ്പെട്ട ആളുകളെ ഈ രീതിയിൽ വരവേൽക്കേണ്ടി വരുന്ന ആ ദുഃഖം അതെങ്ങനെയാണ് അവരുടെ സഹപ്രവർത്തകർ, ആ നാട് താങ്ങുന്നത്? ദിൽന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടി സന്തോഷകരമായ ആ യാത്ര ആരംഭിക്കുമ്പോൾ അവരാരും കരുതിയിരുന്നില്ല തങ്ങളുടെ അവസാനത്തെ യാത്രയാണ്, ഒരുമിച്ചുള്ള അവസാനത്തെ യാത്രയാണ് അത് എന്ന് ആരും കരുതിയിരുന്നില്ല. ആ 9 പേർക്കാണ് ഈ നാട് ഇന്നിപ്പോൾ വേദനയോടുകൂടി, കണ്ണീരോടുകൂടി വിട നൽകാൻ വേണ്ടി ഒരുങ്ങുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ പൊതുദർശനം ഈ സ്കൂളിലാണ് എന്ന് നിശ്ചയിച്ചതിന് പിന്നാലെ തന്നെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഈ നാട്ടുകാർ. ഏറ്റവും പ്രിയപ്പെട്ട തങ്ങളുടെ അധ്യാപകർ അവർ മടങ്ങി വരുമ്പോൾ അവരെ കാണാൻ വേണ്ടി എത്തിച്ചേരുന്ന ആളുകൾക്ക് ഏറ്റവും ഉചിതമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകണം എന്നുള്ളൊരു താല്പര്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി മുതൽ ഉറങ്ങാതെ ആളുകൾ, ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും അധ്യാപകരും ഒക്കെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടുന്ന് ഇതിനോടകം തന്നെ മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഇവിടേക്ക് തിരിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2-2.25 മണിക്കൂർ കൊണ്ട്, അതായത് ഒരു 8:30 9 മണിക്ക് മുൻപായി തന്നെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും തന്നെ പങ്കുവെക്കുന്നത്. ഇവിടെ നിന്ന് പോയ പാങ്ങിൽ നിന്ന് ഇന്നലെ പോയിട്ടുള്ള ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളുണ്ട്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ അനുഗമിക്കുന്നുണ്ട്. പോലീസിന്റെയും അകമ്പടിയോട് കൂടിയിട്ടാണ് ഇവിടേക്ക് അവർ മടങ്ങിയെത്തുന്നത്. അപ്പോൾ ഏതാണ്ട് 9 മണിക്ക് മുൻപായി തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ആളുകളോട് ഇവിടെ വന്ന് തന്നെ, അതായത് ഈ പൊതുദർശനം നടക്കുന്ന സ്കൂളിലെത്തി തന്നെ അവരെ അവസാനമായി ഒരു നോക്ക് കാണണം എന്ന് അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വീടുകളിലേക്ക് ഒരുപാടധികം ആളുകൾ എത്തുമ്പോൾ അത് ഒരു പ്രയാസമുണ്ടാക്കും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ്. അപ്പോൾ ഇനി കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തി കൂടുതൽ സമയം വീടുകളിൽ നിലനിർത്തേണ്ടി വരികയാണെങ്കിൽ അതും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് അവരെ അവസാനമായി ഒരു നോക്ക് കാണണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ആ കുട്ടികളാണ്. ആ സ്കൂളിലെ കുട്ടികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒരു നോക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് അല്പം സമയം നൽകിക്കൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ 9 മണിക്ക് മുൻപായി ഇവിടെ മൃതദേഹം എത്തിക്കും. 1 മണിക്കൂർ നേരം ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതായത് 9 മണി മുതലാണെങ്കിൽ 10 മണി വരെയായിരിക്കും ഇവിടെ പൊതുദർശനം ഉണ്ടാവുക. അത് പൂർത്തിയാക്കി അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. ഇവരെല്ലാവരും വളരെ അടുത്ത് താമസിക്കുന്ന ആളുകളാണ്, അതായത് ഈ സ്കൂളിനോട് വളരെ ചേർന്ന് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുപോകും. വീടുകളിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ അടുത്ത ബന്ധുക്കൾക്ക് മറ്റു മൃതദേഹങ്ങൾ കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ പിന്നീട് പള്ളിയിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. അതിനുശേഷം ചടങ്ങുകൾ പൂർത്തിയാക്കി അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവിടെ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ ആരൊക്കെയാണ് അനുഗമിക്കുന്നത്? അവിടെ നമ്മൾ പ്രസിഡന്റ് ഉണ്ട്, നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പിന്നെ നാട്ടിലുള്ള ഒരുപാട് പ്രമുഖരുണ്ട്, ജനപ്രതിനിധികളുമായിട്ടും മറ്റുള്ള ഒരുപാട് പേരുണ്ട്. എത്ര പേരാണ് അവിടെ ഉള്ളതെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ അവരുടെ മരണപ്പെട്ടവരുടെ ബന്ധുക്കളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ അവിടുന്ന് എല്ലാ വണ്ടികളും പുറപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഒരു 2-2.25 മണിക്കൂർ കൊണ്ട് തീർച്ചയായിട്ടും അതങ്ങനെ 9 മണിക്ക് മുമ്പായിട്ട് എത്തുന്നതാണ്. 8:30-ക്കാണ് ഇപ്പോൾ പ്രസിഡന്റ് വിളിച്ചപ്പോൾ പറഞ്ഞത്. 8:30 മണിക്ക് ഇവിടെ എത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9 മണിക്ക് മുൻപായി തന്നെ ഇവിടേക്ക് മൃതദേഹം എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 9 പേർ, 14 പേർ യാത്ര പോയതിൽ 9 പേരുടെ ജീവനില്ലാത്ത ശരീരങ്ങളാണ് ഇന്നിപ്പോൾ ഈ സ്കൂളിലേക്ക് വരുന്നത്. ഒരുപക്ഷെ അവസാനമായി തങ്ങളുടെ ആ വിദ്യാലയത്തിൽ തന്നെ, LP സ്കൂളിലേക്ക് തന്നെ അവസാനമായി ഒരിക്കൽ കൂടി പോകണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിനുള്ള സൗകര്യങ്ങളില്ല. നമുക്കറിയാം ഇത്രയധികം ആളുകൾ എത്തിച്ചേരുന്ന പൊതുദർശനമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ അതിനുള്ള മതിയായിട്ടുള്ള സൗകര്യങ്ങളില്ല.
ചെറിയ വിദ്യാലയമാണ്. ഒരു LP സ്കൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളെ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഈ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ സ്കൂളിലെ അധ്യാപകരോട്, ഇപ്പോൾ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ LP സ്കൂളിലെ അധ്യാപകരുമായിട്ട് നമുക്ക് വളരെ നല്ല അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഈ സബ് ജില്ലാ തല മത്സരങ്ങൾക്കുമൊക്കെ പോകുമ്പോഴൊക്കെ നല്ല സൗഹൃദം ഇവിടെയുള്ള ആളുകളൊക്കെയായി വച്ചു പുലർത്തിയിരുന്നു. ഇന്ന് മാത്രമല്ല, ഈ മരിച്ച അധ്യാപകരുള്ള വിദ്യാലയത്തിൻ്റെ വാർഷികമായിരുന്നു സമീപ ദിവസങ്ങളിൽ. അപ്പോൾ അതിനുവേണ്ടി ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ അതിൽ സജീവമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റിയില്ല. പോന്നു ഒരു 6:03 കറക്റ്റ് അവിടുന്ന് പുറപ്പെട്ടു. 6 മണിക്ക് ലൈവ് ലൊക്കേഷൻ ഉണ്ട്, പോന്നിട്ടുണ്ട് അവിടുന്ന്. അതുവഴി നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഓക്കെ 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 ഓക്കെ. താങ്കൾ ഈ സ്കൂളിൽ അപ്പുറത്താണോ പഠിച്ചത്? പിന്നെ ഞാൻ ഇവിടെ പഠിച്ചത്, ഇവിടെ +2 ഞാൻ ഇവിടെ പഠിച്ചത്. ഇപ്പോൾ മരണപ്പെട്ടതിൻ്റെ ടീച്ചർ LP സ്കൂളിൽ തന്നെ ഇപ്പോൾ നമ്മൾ ആ സ്കൂളാണ് പഠിപ്പിച്ചത്. ഈ നാട്ടുകാരൻ തന്നെയാണ്. ഉറങ്ങി വന്നല്ലേ? ഇല്ല, ഇവിടെ തന്നെ ആയിരുന്നു. ഉറങ്ങിയിട്ടില്ല, വീട്ടിൽ പോയൊന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് വന്നാ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ കുട്ടികളുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കാനൊക്കെ നമ്മളിവിടെ എത്തിയ സമയം മുതൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, വിവരങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഇത് കേട്ടത് മുതൽ അത് സത്യമായിരിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരിക്കും. പിന്നെ അതായത് ഇവര് ഇവിടുന്ന് ഇങ്ങനെ ഒരു യാത്ര പോയതോ ഒന്നും നമുക്ക് അറിയില്ല. ഇങ്ങനത്തെ ഒരു സംഭവം അറിയുമ്പോഴാണ് ഇങ്ങനെ യാത്ര പോയതും ഇങ്ങനത്തെ വിവരങ്ങൾ നമ്മൾ അറിയണത്. അതിന്റെ മുന്നൊന്നും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയില്ല. അറിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായി മാത്രമല്ല, നമുക്ക് അത്രയും ഈ റംല ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നെയ്ബറാണ്, ഒരു ഫാമിലി ഫ്രണ്ട് പോലെയാണ്. അതായത് അങ്ങനത്തെ ഒരു കണക്ഷനുള്ള ഒരു ഒക്കെ നമ്മളെ അറിയുന്ന ആൾക്കാരും, ഈ മജീദ് മാഷും ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിയുന്ന ആൾക്കാരും നമ്മുടെ നാട്ടുകാരൊക്കെയാണ്. അപ്പോൾ കേട്ടപ്പോഴുള്ള ഒരു ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മുടെ നാട്ടിലൊരു ഒരു പടക്കത്തിൻ്റെ ഒരു ഫാക്ടറി പൊട്ടിയൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം നമ്മളെ ഓർമ്മയിൽ വരുന്നത് ഇപ്പോഴാണ്. നല്ല ഷോക്കിങ് തന്നെയാണ്, വിട്ടുമാറിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണോണ്ട് കുറച്ചൊക്കെ ഒരു ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു യാത്രയപ്പ് കൊടുക്കുക അല്ലേ? അതാണ്, അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഇപ്പോൾ പരിശ്രമിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും. ഒരു മനുഷ്യനും ജസ്റ്റ് വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫ്രഷപ്പ് ആവാൻ പോവാന്നുള്ളേ ഉള്ളൂ, അല്ല ഉറങ്ങാനോ ആർക്കും ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊന്ന് എങ്ങനെ ഒന്ന് നല്ലൊരു യാത്രയപ്പ് കൊടുക്കുക. അപ്പോൾ അതാ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.